സ്പെയിൻ നായകൻ റോഡിയെ ടീമിലെത്തിച്ചതോടെ ബാഴ്സ ലക്ഷ്യമിടുന്നത് പ്രതാപകാലത്തെ മികവിലേക്ക് എത്തുക എന്നതാണ്. മധ്യനിരയുടെ താളമാകുന്ന റോഡ്രിയായിരിക്കും ബാഴ്സയുടെ കളി നിയന്ത്രിക്കുക. ലോകത്തിലെ ഏറ്റവും ശക്തമായ മധ്യനിര കൂടിയാണ് ബാഴ്സയിൽ ഒരുമിക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. ഒരിക്കൽ യൂറോപ്യൻ ഫുട്ബോളിനെ അടക്കി ഭരിച്ച കാലമുണ്ടായിരുന്നു ബാഴ്സലോണയ്ക്ക്. ഇനിയേസ്റ്റയും സാവിയും ബുസ്ക്വറ്റ്സും അണിനിരന്ന മധ്യനിര ബാഴ്സയുടെ താളവും വേഗവുമായിരുന്ന കാലം. പ്രതാപകാലം കഴിഞ്ഞതോടെ ബാഴ്സ തളർന്നു. ബാഴ്സയുടെ കളി ചലിപ്പിക്കാൻ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർമാർ ഇല്ലാതെയായി. പ്രതിസന്ധി മറികടന്ന ബാഴ്സ മുന്നേറിയപ്പോൾ ടീമിലേക്ക് ഡിയോങ്ങും പെഡ്രിയും ഒൽമോയും എല്ലാം എത്തി. അപ്പോഴും മധ്യനിരയെ ആകെ നിയന്ത്രിച്ചിരുന്ന സെർജിയോ ബുസ്ക്വറ്റ്സിന്റെ റോൾ ഒഴിഞ്ഞുകിടന്നു. അവിടേക്കാണ് റോഡ്രിയുടെ വരവ്. സ്പെയിനിന്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും കളി നിയന്ത്രിച്ചിരുന്നത് റോഡ്രി എന്ന റോഡ്രിഗോ ഹെർണാണ്ടസ് ആയിരുന്നു. റോഡ്രി നൽകുന്ന പന്തുകളാണ് ടീമിന്റെ മുന്നേറ്റത്തിലുള്ള ആദ്യപടി. ഗോളോ അസിസ്റ്റോ നേടിയില്ലെങ്കിൽ പോലും റോഡ്രിയുടെ സാന്നിധ്യം നിർണായകമാകും. ലോകകപ്പിൽ സ്പെയിൻ കിരീടം നേടുമ്പോൾ ഒരു ഗോൾ പങ്കാളിത്തം പോലും റോഡ്രിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ താരത്തെ തേടിയെത്തി. മുപ്പതുകാരൻ റോഡ്രി 4 വർഷത്തെ കരാറിലാണ് ബാഴ്സയിലെത്തിയത്. 65 മില്യൺ യൂറോയാണ് കരാർ തുക. കഴിഞ്ഞ കാലങ്ങളിൽ ദീർഘകാലം പരിക്കേറ്റ് ടീമിന് പുറത്തായതോടെയാണ് താരത്തെ കൈമാറാൻ സിറ്റി തയ്യാറായത്. എന്നാൽ കളി മികവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ലോകകപ്പിലെ പ്രകടനം സാക്ഷ്യപ്പെടുത്തുന്നു. നേരത്തെ റയൽ മാഡ്രിഡിലേക്ക് പോകാനായിരുന്നു റോഡ്രി താൽപര്യം പ്രകടിപ്പിച്ചിരുന്നത്. കൈമാറ്റം വൈകിയതും സ്പെയിൻ ടീമിലെ ഭൂരിഭാഗം അംഗങ്ങളും ബാഴ്സയിലുള്ളതും റോഡ്രിയെ ബാഴ്സയിലേക്ക് എത്തിച്ചു. സ്പെയിനിലും സിറ്റിയിലും കാണിച്ച മികവ് റോഡ്രിക്ക് ബാഴ്സയിലും തുടരാനായാൽ കച്ചാലന്മാർക്ക് വീണ്ടും യൂറോപ്യൻ ഫുട്ബോളിന്റെ അധിപന്മാരാകാം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.